ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റഡി ലുപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററാണ്, ഹൊറീഗല്ലോ. ഇതിനു മുമ്പുള്ള 3 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം. ഹൊറീഗല്ലോ എഴുതിയിട്ടുള്ളത് സുധാമൂർത്തിയാണ്. ഇതിൽ പറയണത് നമ്മുടെ ലൈഫ് എന്നൊരു ജേണിയിൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ നമ്മളെ വല്ലാതെ തളർത്തും. ആ ഒരു സമയത്ത് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. സുധാമൂർത്തിയുടെ ഹൊറീഗല്ലോ എന്ന പാഠഭാഗം ഇത്തരക്കാരായ ആളുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതാണ്. യാത്രക്കാർക്ക് ഭാരമിറക്കി വെച്ച് വിശ്രമിക്കാൻ സഹായിക്കുന്ന ഹൊറീഗല്ലോ എന്ന കല്ല് പോലെ ജീവിതത്തിൽ ചിലർ നമ്മുടെ ദുഃഖങ്ങളുടെ ഭാരം കുറയ്ക്കാനും സഹായിക്കും. ഇത് വളരെ നല്ലൊരു സ്റ്റോറിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ഹൊറീഗല്ലോ. ഹൊറീഗല്ലോ എന്ന് പറഞ്ഞാൽ അത്താണി എന്നാണ് അർത്ഥം. സ്റ്റോൺ ബെഞ്ച്. നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. സുധാമൂർത്തി പറയാണ്, കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്ന ലിറ്റിൽ വില്ലേജിലെ ചൂടുള്ള വേനൽക്കാല ദിവസങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു. There was a large banyan tree right in the middle of the village. വില്ലേജിൻ്റെ നടുവിലായിട്ട് ഒരു വലിയൊരു ആൽമര ഉണ്ടായിരുന്നു. ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ ആൽമര എന്നാണ് അർത്ഥം. And I would spend many hours playing under it during my holidays. ഹോളിഡേയ്സിൽ ഞാൻ ഒരുപാട് നേരം ആ ആൽമരത്തിന് താഴെ കളിച്ചിരുന്നു. The tree was like a massive umbrella with its branches providing much needed shade and succor. ആ ഒരു ബാനിയൻ ട്രീ വലിയൊരു അംബ്രല്ല പോലെ ആയിരുന്നു. ആ മരം എല്ലാവർക്കും ഒരു തണൽ നൽകിയിരുന്നു, പിന്നെ എല്ലാവർക്കും ഒരു സഹായം തന്നിരുന്നു. സഹായത്തിന് പറയുന്ന ഇവിടെ ഒരു മീനിങ് ആണ് സക്കർ. സക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായം എന്നാണ് അർത്ഥം, ഹെൽപ്പ്. അതായത് വെയിലുള്ള സമയത്ത് എല്ലാവർക്കും ഒരു തണൽ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ സഹായം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Travelers spent some time sitting under it and catching their breath before going on their way. യാത്രക്കാരൊക്കെ ഈ മരച്ചുവട്ടിൽ ഇരിക്കും, എന്നിട്ട് ഒരു ബ്രീത്തൊക്കെ എടുത്തിന് നല്ല ക്ഷീണമൊക്കെ മാറ്റി അവർ വീണ്ടും യാത്ര തുടരും. To make them comfortable there was a ഹൊറീഗല്ലോ under the tree. എന്താണ്? ഈ മരത്തിന് താഴെയായിട്ട് ഒരു ഹൊറീഗല്ലോ ഉണ്ടായിരുന്നു. ഹൊറീഗല്ലോ ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയ്റ്റ്. ഹൊറീഗല്ലോയുടെ അർത്ഥം എന്താണ്? ഹൊറീഗല്ലോയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു കല്ലാണെന്നാണ് പറയണത്. അത് വെയിറ്റ് താങ്ങാൻ കഴിവുള്ള ഒരു കല്ല്, അതാണ് ഹൊറീഗല്ലോ എന്ന് പറഞ്ഞത്. അതായത് അത്താണി. ഈ പിക്ചറിൽ കണ്ടോ, ഇതുപോലെ നമ്മൾ അത്താണി എന്നാണ് പറയുക. It was a large flat stone placed horizontally over two vertical ones. അതായത് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 കുത്തനെ വെച്ച കല്ലിന് മുകളിൽ പരത്തി വെച്ച കല്ല്, അതാണ് ഹൊറീഗല്ലോ, അതായത് അത്താണി എന്ന് പറയുന്നത്. Thus making a stone bench on which anyone could sit and rest a while. അതൊരു സ്റ്റോൺ ബെഞ്ചാണ്. അതുമേ ആർക്ക് വേണമെങ്കിലും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. Chat with a fellow traveler and exchanging news of the road. നമ്മുടെ ഒപ്പം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരോട് ചാറ്റ് ചെയ്യാനും അതായത് സംസാരിക്കാനും പറ്റും. പിന്നെ ആ വഴിയിൽ കിട്ടുന്ന ന്യൂസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യാം എന്നാണ് പറയണത്. Cool water would be kept in earthen pots near the bench and people could quench their thirst before starting their journeys again. തണുത്ത വെള്ളം അവിടെ മൺകലത്തിൽ വെച്ചിട്ടുണ്ടാവും. അത് ആൾക്കാർക്ക് കുടിച്ചിട്ട് അവരുടെ ദാഹം മാറ്റാം എന്നാണ് പറയണത്. I am sure similar simple arrangements can be found in village all over the country. എനിക്ക് ഉറപ്പാണ് ഹൊറീഗല്ലോ പോലെയുള്ള ഒരു സിമിലർ അറേഞ്ച്മെൻറ്റ് ഇന്ത്യയിലെ പല വില്ലേജുകളിലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് സുധാമൂർത്തി ഇങ്ങനെ പറയണം. The ഹൊറീഗല്ലോ in our village holds social memories for me as it is extricably linked with my grandfather.
എൻ്റെ വില്ലേജിലുള്ള ഹൊറിഗല്ലോ എന്നത് എനിക്ക് എപ്പോഴും മെമ്മറീസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ്. അതിന് കാരണം മാറ്റി നിർത്താൻ പറ്റാത്ത വിധം ലിങ്ക് ചെയ്തിരിക്കുന്നു. അതെന്താണ്? മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തിൽ ലിങ്ക് ചെയ്തിരിക്കുന്നു. ഹൊറിഗല്ലോ ഇൻ അവർ വില്ലേജ് ഹോൾഡ് സ്പെഷ്യൽ മെമ്മറീസ് ഫോർ മീ ആസ് ഇറ്റ് ഈസ് എക്സ്ട്രിക്കാബ്ലി ലിങ്ക്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ. എൻ്റെ വില്ലേജിലുള്ള ഹൊറിഗല്ലോ അതെനിക്ക് എപ്പോഴും മെമ്മറീസ് കൊണ്ടുവരുന്നു. അതിന് കാരണം എന്താണ്? മാറ്റി നിർത്താൻ പറ്റാത്ത വിധം ലിങ്ക്, ആ ഒരു ഹൊറിഗല്ലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നാണ് പറയണത്. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആൻഡ് വുഡ് സ്പെൻഡ് ഹവേഴ്സ് എവറി ഡേ സിറ്റിംഗ് അണ്ടർ ദി ബാനിയൻ ട്രീ ആൻഡ് ടോക്കിംഗ് ടു ദോസ് റെസ്റ്റിംഗ് ദർ. അദ്ദേഹം ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. ആര്? ഈ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ എല്ലാ ദിവസവും ബാനിയൻ ട്രീയുടെ താഴെ ഇരിക്കും. പിന്നെ അവിടെ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരോട് സംസാരിക്കുമെന്നാണ് പറയണത്. When I would sit next to him and observe the people he was speaking to and listen to conversation. അതായത് ഞാൻ പല സമയങ്ങളിലും കളിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് ആൾക്കാർ ഗ്രാൻഡ് ഫാദറിനോട് സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കും. Most of them were villagers taking a break from their work in the fields nearby. ഹൊറിഗല്ലോയിൽ ഇരിക്കുന്ന മോസ്റ്റ് ഓഫ് പീപ്പിൾസും വില്ലേജേഴ്സ് ആയിരിക്കും. അവരൊക്കെ റെസ്റ്റ് എടുക്കുന്ന ആ ഒരു ടൈമായിരിക്കും അത്. തൊട്ടടുത്തുള്ള ഫീൽഡ്സ് പറഞ്ഞാൽ എന്താണ്? പാടം എന്നാണ് അർത്ഥം. ആ പാടത്ത് കൃഷി ചെയ്യുന്നവരായിരിക്കും അവർ. അപ്പോൾ ആ ജോലിക്കിടയിൽ റെസ്റ്റ് എടുക്കാൻ അവർ ഹൊറിഗല്ലോൻ്റെ അവിടെ വന്നിരിക്കും എന്നാണ് പറയണത്. They had to walk long distance each day, carrying heavy burden on their heads. ഓരോ ദിവസം അവർക്ക് ഒരുപാട് നടക്കാനുണ്ടാവും. തലയിൽ ഒരുപാട് ചുമട് വെച്ചിട്ടായിരിക്കും അവർ നടക്കുന്നുണ്ടാവുക. Tired out by the heat, they would drink the cool water, wash their face with it and chat with grandfather. ചൂടുകൊണ്ട് അവരൊക്കെ ക്ഷീണിച്ചിരിക്കും. അപ്പോൾ അവർ ആ ഒരു തണുത്ത വെള്ളം കുടിക്കും. പിന്നെ അവർ മുഖം കഴുകും ആ ഒരു വെള്ളത്തോണ്ട്. അത് കഴിഞ്ഞ് അവർ ഗ്രാൻഡ് ഫാദറിനോട് സംസാരിക്കുമെന്നാണ് പറയണത്. Their conversation would be about their daily lives and worries. അവരുടെ സംസാരം അവരുടെ ഡെയിലി നടക്കുന്ന ജീവിതത്തെ പറ്റിയിട്ടായിരിക്കും. അല്ലാതെ ലോകകാര്യമൊന്നാവില്ല. ഡെയിലി നടക്കുന്ന അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. മാസ്റ്റർ ജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്. ഈ വേനൽക്കാലം ഭയങ്കര ചൂടാണല്ലോ. ഐ ഹാവ് നെവർ സീൻ സച്ച് ഡ്രൈ വെതർ. ഇത്രയും ഡ്രൈ ആയിട്ടുള്ള വേനൽക്കാലം ഞാൻ കണ്ടിട്ടില്ല. ഓർ മാസ്റ്റർ ജി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫിക്കൾട്ട് ഫോർ മീ ടു ക്യാരി ദസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്. ഭാരം വഹിച്ചു പോകുന്ന ആൾക്കാർ പറയാണ്, ഇത്രയും വലിയ സാധനങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറിഗല്ലോ. ഈ ഹൊറിഗല്ലോ ഉള്ളത് കൊണ്ടാണ് ഉള്ളതുകൊണ്ട് വളരെ സമാധാനമുണ്ട്. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ് ബട്ട് ഹി ഓൺലി വാൻസ് ടു ഗോ ടു ദി സിറ്റി. ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ മകൻ എന്നെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ, പക്ഷേ അവന് സിറ്റിയിലേക്ക് പോകാനാണ് അവന് താല്പര്യം. നമ്മുടെ നാട്ടിലെ ജോലിയൊന്നും അവന് താല്പര്യമില്ല എന്നാണ് പറയണത്. They spoke about the difficulties they lived with. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും. My grandfather could not only listen to them but just talking to him seemed to refresh them for the journey. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ അവർ പറയുന്നതെല്ലാം കേൾക്കും. അതൊക്കെ ഗ്രാൻഡ് ഫാദറിനോട് സംസാരിക്കുമ്പോൾ ആ സംസാരം മാത്രം അവർക്ക് മതി, അവർക്കൊരു ആശ്വാസം ലഭിക്കാൻ. അങ്ങനെ പറയുമ്പോൾ അവരുടെ ആ ഒരു യാത്ര അവരെ റിഫ്രഷ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കുന്നു. ആഫ്റ്റർ സം ടൈം they would pick up their burdens with some case and go on their way. കുറച്ച് സമയത്തിന് ശേഷം അവർക്കൊരു ആശ്വാസം കിട്ടും. എന്നിട്ട് അവർ അവരുടെ വഴിക്ക് പോകും. The horigallo was an important feature in their lives, and as a child I would often not understand why they blessed is too often for being there. സുധാമൂർത്തി പറയാണ്, സുധാമൂർത്തി കുട്ടിയായിരിക്കുന്ന സമയത്ത്
സുധാമൂർത്തിക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് അവരെപ്പോഴും ഇങ്ങനെ ദൈവത്തിനോട് നന്ദി പറയുമല്ലോ, ഇങ്ങനെയൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്, അതായത് ആ ഒരു ഹൊറിഗല്ലോ ഇവിടെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവർ ദൈവത്തിനോട് നന്ദി പറയണത് എന്തിനാണെന്ന് സുധാമൂർത്തിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല എന്നാണ് പറയണത്. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്. ഇതൊരു സ്റ്റോൺ ബെഞ്ച് മാത്രമല്ല. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ who told me, child, a horigallo is essential in any journey. അപ്പോൾ എൻ്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞു, ഏതൊരു യാത്രയിലും നമുക്കൊരു ഹൊറിഗല്ലോ വേണമെന്ന് പറഞ്ഞു. ഇവിടെ ഹൊറിഗല്ലോയ്ക്ക് 2 മീനിങ് വരുന്നുണ്ട്. ഒന്ന്, നമ്മൾക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൊറിഗല്ലോ ആവശ്യമാണ്. രണ്ടാമത്തെ മീനിങ്, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കൊരു ഹൊറിഗല്ലോ വേണം. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പറയാൻ വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു ഹൊറിഗല്ലോ വേണം. അങ്ങനെ 2 മീനിങ്ങാണ് ഇവിടെ പറയണത്. We all carry our burdens according to our situations and capacities. നമ്മളെല്ലാവരും ഭാരങ്ങൾ ക്യാരി ചെയ്യുന്നവരാണ്. നമ്മുടെ സിറ്റുവേഷൻസും അതുപോലെ തന്നെ കപ്പാസിറ്റിക്കും അനുസരിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോരോ ഭാരങ്ങൾ എന്താണ് ക്യാരി ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർക്കേഴ്സ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരു ദിവസമൊക്കെ ലീവ് കിട്ടും. ആ ഒരു വർക്കിൽ നിന്നിട്ട് അവർക്ക് ലീവ് കിട്ടും അല്ലേ, നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ സ്റ്റുഡൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും സ്റ്റുഡൻസിന് എന്താണ് ആഴ്ചയിൽ 2 ദിവസം അവർക്കും ലീവ് കിട്ടുന്നുണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താണ് നമ്മുടെ സിറ്റുവേഷൻസും കപ്പാസിറ്റിക്കും അനുസരിച്ച് നമുക്കൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. ബട്ട് എവറി വൺസ് ഇൻ എ വൈൽ വി നീഡ് ടു സ്റ്റോപ്പ്. പക്ഷേ ഇടയ്ക്ക് നമ്മൾ ആ ഒരു യാത്ര നിർത്തണം. പുട്ട് ഡൗൺ ദാറ്റ് ബർഡൻ ആൻഡ് റെസ്റ്റ്. ആ ഭാരം നമ്മൾ താഴെ ഇറക്കണം, പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കണം. ഓൺലി ദെൻ ക്യാൻ വി ബി റിഫ്രഷ്ഡ് എനഫ് ടു പിക്കപ്പ് ദ ലോഡ് വൺസ് മോർ. ആ ഒരു റിഫ്രഷ് നമുക്ക് കിട്ടണം, എന്നാലേ നമുക്ക് പിന്നീട് ആ ഒരു ലോഡ് എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ദ ഹൊറിഗല്ലോ ഗീവ്സ് എവറി വൺ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡു സോ. ആ ഒരു അവസരം എല്ലാവർക്കും ഹൊറിഗല്ലോ നൽകുന്നു. അതായത് ഒരു റിഫ്രഷ്മെൻറ്റ് ഹൊറിഗല്ലോ നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ റിഗൈൻ ദെയർ സ്ട്രെങ്ത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഹൊറിഗല്ലോ സ്ട്രെങ്ത് വീണ്ടെടുക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.